നമസ്കാരം. കേരളത്തിൽ ഒരു സമയത്ത് കത്തിനിന്ന സ്വർണ്ണക്കടത്ത് കേസ് വീണ്ടും തലപൊക്കുകയാണ്. അതായത് ഇഡിയുടെ ഹർജികളടക്കം സുപ്രീം കോടതി പരിശോധനയ്ക്ക് എടുത്തു കഴിഞ്ഞു. നിലവിൽ സ്വർണ്ണക്കടത്ത് കേസിന്റെ വിചാരണ ബംഗളൂരിലേക്ക് മാറ്റുന്നതിൽ ഇഡി കൊടുത്ത ഹർജിയും അതോടൊപ്പം തന്നെ കേരള സർക്കാരും കൂടാതെ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറുടെ അഭിഭാഷകർ കൊടുത്ത ഹർജിയും അതുപോലെ തന്നെ അതിനെ എതിർക്കുന്ന കാഴ്ചയാണ് സുപ്രീം കോടതിയിൽ നമ്മൾ കണ്ടത്. അതോടെ നയതന്ത്ര ബാഗേജിലുള്ള സ്വർണ്ണക്കടത്ത് കേസിന്റെ വിചാരണ ബംഗളൂരിലേക്ക് മാറ്റുന്നത് എന്തിനാണ് അതിനൊക്കെ എതിർക്കുന്നതെന്ന് സുപ്രീം കോടതി ചോദിക്കുന്നുണ്ട്. അതായത് ശിവശങ്കറിന്റെ അഭിഭാഷകനോടും കേരള സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കപിൽ സിബലിനോടുമാണ് സുപ്രീം കോടതി ചോദിക്കുന്നത്. വിചാരണ ബംഗളൂരിലെ കോടതിയിലേക്ക് മാറ്റണമെന്ന ഇഡിയുടെ ട്രാൻസ്ഫർ ഹർജി പരിഗണിക്കുമ്പോഴാണ് കോടതിയുടെ ചോദ്യം. കേസിലെ എല്ലാ പ്രതികളെയും ട്രാൻസ്ഫർ ഹർജിയിൽ കക്ഷിയാക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇഡിയുടെ ട്രാൻസ്ഫർ ഹർജി 2 ആഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കാനായി സുപ്രീം കോടതി മാറ്റി. സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ കപിൽ സിബൽ, കേസിലെ പ്രതിയായ എം ശിവശങ്കറിന്റെ സീനിയർ അഭിഭാഷകൻ ജയന്ത് മുത്തുരാജ് എന്നിവരോടാണ് വിചാരണ ബംഗളൂരിലേക്ക് മാറ്റുന്നതിന് എന്തിനാണ് എതിർക്കുന്നതെന്ന് സുപ്രീം കോടതി ആരാഞ്ഞത്. ട്രാൻസ്ഫർ ഹർജിയെ എതിർക്കരുത് എന്നായിരുന്നു ജസ്റ്റിസുമാരായ എം സുന്ദരേഷ്, രാജേഷ് ബിന്ദാൾ എന്നിവരടങ്ങിയ ബെഞ്ച് നിരീക്ഷിച്ചത്. അതേസമയം കേസിൽ 23 പ്രതികളുണ്ടെന്നും അതിൽ 14 പേർ മാത്രമാണ് ട്രാൻസ്ഫർ ഹർജിയിൽ കക്ഷി ചേർന്നിരിക്കുന്നതെന്നും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടി. തുടർന്ന് ബാക്കിയുള്ളവരെ കൂടി കക്ഷി ചേർക്കാൻ ഇഡിയോട് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. നയതന്ത്ര ബാഗേജിൽ ഉൾപ്പെടെയുള്ള സ്വർണ്ണക്കടത്ത് കേസിന്റെ വിചാരണ ബംഗളൂരിലേക്ക് മാറ്റാൻ ഇഡിക്ക് ഇപ്പോൾ താല്പര്യമില്ല എന്ന് കേരള സർക്കാരിന്റെ സീനിയർ അഭിഭാഷകൻ കപിൽ സിബൽ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ട്രാൻസ്ഫർ ഹർജി ഫയൽ ചെയ്യുമ്പോഴുള്ള രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോൾ കർണാടകത്തിലേതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അന്വേഷണം അട്ടിമറിക്കുന്നത് തടയാനാണ് വിചാരണ ബംഗളൂരിലേക്ക് മാറ്റുന്നത് എന്ന ആവശ്യത്തിന് കാരണമായി ഇഡി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ നിലവിൽ അന്വേഷണം പൂർത്തിയായ സാഹചര്യത്തിൽ ഇത്തരമൊരു ആവശ്യത്തിന് പ്രസക്തിയില്ല എന്നാണ് സിബൽ ചൂണ്ടിക്കാണിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി കപിൽ സിബലിന് പുറമെ സ്റ്റാൻഡിംഗ് കൗൺസിൽ CK ശശിയും ഹാജരായി. വിചാരണ കേരളത്തിലേക്ക് പുറത്തേക്ക് മാറ്റുന്നതിൽ പ്രശ്നമില്ല എന്നും സരിത്തിന്റെയും സ്വപ്നയുടെയും അഭിഭാഷകനായ R കൃഷ്ണരാജ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ആശാപ്രവർത്തകരുടെ സമരവും അതോടൊപ്പം കരുവന്നൂരിൽ ഇഡി പിടിമുറുക്കുകയും ചെയ്തതോടെ കുരുക്കിലായ CPM അടുത്ത പ്രഹരമായിട്ട് തന്നെയാണ് സ്വർണ്ണക്കടത്ത് കേസ് ഉൾപ്പെടെ സുപ്രീം കോടതി വിചാരണ കോടതിയിലേക്ക് മാറ്റാൻ ഒരു നീക്കം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതായത് അടപടലം CPM വരും ദിവസങ്ങളിൽ പെടും എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. ന്യൂസ് ഡെസ്ക് തത്വമയി ന്യൂസ്. Branding partner EduBix Online Executive Education. Focus Physiotherapy Center Pattam. Unnat Engineering Gujarat. Tirthayatra.com. Iron Build Gujarat. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.